നെയ്മറാണ്. അയാൾ തിരിച്ചു വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരാഴ്ച മാത്രം മുമ്പുള്ള കഥയാണ്. ബ്രസീലിൽ പാരമ്പര്യമേറെയുള്ള സാന്റോസ് ക്ലബ്ബ് അവരുടെ സീരി എ ലീഗിൽ തരം താഴ്ത്തലിന് തൊട്ടരികിലായിരുന്നു. 35 മത്സരങ്ങളിൽ നിന്ന് 38 പോയിന്റ് മാത്രം നേടി പട്ടികയിൽ 17ാം സ്ഥാനത്ത്. ഇനിയുള്ള 3 മത്സരങ്ങളിൽ ജയം അനിവാര്യം. ആ സമയത്താണ് ഇരുട്ടടി പോലെ മറ്റൊരു വാർത്തയും എത്തുന്നത്. സൂപ്പർ താരം നെയ്മർ വീണ്ടും പരിക്കുമൂലം പുറത്ത്. കാൽമുട്ട് ദിശ മാറുന്ന മെനിസ്കസ് പരിക്കിനെ തുടർന്ന് താരത്തിന് ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയയും വിശ്രമവും നിർദ്ദേശിച്ചു. നെയ്മർ ഇല്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന ആദിയിൽ സാന്റോസും അവരുടെ ആരാധകരും നിൽക്കുമ്പോഴാണ് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. നെയ്മർ പറഞ്ഞു, എനിക്ക് കളിക്കണം, തരം താഴ്ത്തലിൽ നിന്ന് ടീമിനെ രക്ഷിക്കണം. ഡോക്ടർമാരുടെയും മാനേജ്മെന്റിന്റെയും ഉപദേശം ചെവികൊള്ളാൻ അയാൾ തയ്യാറായില്ല. സർജറിയും വിശ്രമവുമെങ്കിൽ അത് സാന്റോസിനെ റെലഗേഷനിൽ നിന്ന് രക്ഷിച്ച ശേഷം മാത്രം. അതെ, ടീമിനായി അയാൾ എല്ലാം നൽകും. അത് നെയ്മറിന്റെ ജീനിലുള്ളതാണ്. ഇതിഹാസ താരം പെലെയ്ക്ക് ശേഷം സാന്റോസിനെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരാക്കിയത് ആ പഴയ നെയ്മർ ആയിരുന്നു. ആ നെയ്മർ പിന്നീട് അവിടുന്ന് വളർന്ന് യൂറോപ്പും കീഴടക്കി സൗദി അറേബ്യയും കറങ്ങി സ്വന്തം ഹോമിൽ തിരിച്ചെത്തിയത് തന്നെ വന്ന വഴി മറന്നിട്ടില്ലെന്ന് പറഞ്ഞാണ്. തന്നെ ഒരു ലോകോത്തര ഫുട്ബോളറാക്കി മാറ്റിയ ആ ക്ലബിന് പ്രതിസന്ധി ഘട്ടത്തിൽ കട്ടക്ക് കൂടെ നിൽക്കാൻ നെയ്മർ അവതരിച്ചു. കാൽമുട്ടിനേറ്റ പരിക്കുമായി കളിച്ചിട്ടും രണ്ടാം പകുതിയിൽ 17 മിനിറ്റുകൾക്കുള്ളിലാണ് നെയ്മർ യുവന്റ്യൂസിനെതിരെ ഹാട്രിക് പൂർത്തിയാക്കിയത്. നിർണായക വിജയം സ്വന്തമാക്കിയതോടെ സീരി എയിൽ തരം താഴ്ത്തൽ ഭീഷണിയിൽ നിന്ന് ഏറെക്കുറെ കരകയറാനും നെയ്മറിന്റെ ടീമായ സാന്റോസ് എഫ്സിക്ക് സാധിച്ചു. 2 കിടിലൻ ഗോളുകളും തന്റെ സ്വത്വസിദ്ധമായ ശൈലിയിൽ ഒരു പെനാൽറ്റി ഗോളുമാണ് താരം ഈ മത്സരത്തിൽ നേടിയത്. കഴിഞ്ഞ മത്സരത്തിലും താരത്തിന്റെ മിന്നും പ്രകടനമുണ്ടായിരുന്നു. സ്പോർട്ട് റെസിഫെക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സാന്റോസ് വിജയം സ്വന്തമാക്കിയപ്പോൾ അതിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും ബ്രസീലിയൻ താരത്തിന്റെ സംഭാവനയായിരുന്നു. കഴിഞ്ഞ 3 മത്സരത്തിൽ 5 ഗോളും ഒരു അസിസ്റ്റുമാണ് താരം നേടിയത്. കഴിഞ്ഞ 4 കളിയിൽ നെയ്മർ മികവിൽ സാന്റോസ് തോറ്റിട്ടില്ല. ഇതോടെ 37 മത്സരങ്ങളിൽ നിന്ന് പോയിന്റ് 44 ആയി ഉയർത്താനും ടീമിനായി. ഇനി ശേഷിക്കുന്ന ഒറ്റ മത്സരം കൂടി തോൽക്കാതിരുന്നാൽ സാന്റോസിന്റെ മാജിക് കംബാക്ക് പൂർത്തിയാകും. ആ കംബാക്കോടെ ബ്രസീലിയൻ ടീമിലേക്കും നെയ്മറിന്റെ തിരിച്ചുവരവുണ്ടായാൽ അത് ആരാധകർക്ക് ഇരട്ടി ആഘോഷമാകും. ബ്രസീലിന്റെ ടീം റഡാറിൽ നിന്ന് നെയ്മർ ഇപ്പോഴും അകന്നു പോയിട്ടില്ലെന്നാണ് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി നൽകുന്ന സൂചന. 2023 ഒക്ടോബറിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലായിരുന്നു നെയ്മർ അവസാനമായി രാജ്യത്തിനായി കളിച്ചത്. ഉറുഗ്വായ്ക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ നെയ്മർ സ്ട്രെച്ചറിൽ കണ്ണീരോടെ കളം വിട്ടു. അതിനും 1 മാസം മുൻപാണ് ഫുട്ബോൾ രാജാവ് പെലെയെ മറികടന്ന് നെയ്മർ ബ്രസീലിനായി ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ എലൈറ്റ് പട്ടികയിൽ 1ാമതെത്തിയത്. എന്നാലും വിടാതെ പിന്തുടരുന്ന പരിക്കുകൾ നെയ്മറെ നിരന്തരം കളത്തിൽ നിന്നകറ്റി. റൊണാൾഡോയെ പോലെയോ മെസ്സിയെ പോലെയോ അല്ലെങ്കിൽ അതിനും മേലെയോ നിൽക്കുന്ന ഒരു കരിയർ ഗ്യാരണ്ടി ഉണ്ടായിരുന്ന ഒരാളാണ് കാലത്തിന്റെയും പരിക്കിന്റെയും ക്രൂരതയിൽ ആവറേജ് കരിയറിൽ ഒതുങ്ങിയത്. നെയ്മർ അടുത്ത വർഷം ലോകകപ്പ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എന്നാൽ ടീമിലുണ്ടെങ്കിൽ ഒറ്റക്കാലിലേന്തിയെങ്കിലും അയാൾ ടീമിനായി തനിക്കാവുന്നത് ചെയ്യും. യുവതാരങ്ങളായും അല്ലാതെയും തിളക്കമുള്ള താരങ്ങൾ ഏറെ എത്തിയെങ്കിലും നെയ്മർ സാന്നിധ്യമുണ്ടെങ്കിൽ കാനറികൾക്ക് അത് വലിയ ഊർജമാകും. നെയ്മർ ഇല്ലാത്ത ബ്രസീൽ നിൽക്കാതെ ആടിയുലയുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. കൊളംബിയക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ സുനിഗയുടെ കടുത്ത ഫൗളിൽ വീണ് സ്ട്രെച്ചറിൽ നെയ്മർ പുറത്തുപോയ ശേഷം നടന്ന ജർമ്മനിക്കെതിരായ മത്സരത്തിലെ 7-1 ദുരന്തം പതിറ്റാണ്ടിനിപ്പുറവും ബ്രസീലുകാർക്ക് നോവാണ്. 2 വർഷത്തിനകം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത് നെയ്മർ വീണ്ടും അവരുടെ പ്രതീക്ഷകൾക്ക് നാം വിട്ടതാണ്. റഷ്യൻ ലോകകപ്പിൽ പക്ഷേ ഡിബ്രോയിന്റെ ബെൽജിയത്തിന് മുന്നിലും ഖത്തർ ലോകകപ്പിൽ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യക്ക് മുന്നിലും നെയ്മറിന്റെയും ബ്രസീലിന്റെയും പോരാട്ടം അവസാനിച്ചു. പരിക്കും പ്രായവും പരിമിതിയായാൽ പോലും അയാളിൽ ഇനിയും അത്ഭുതങ്ങൾ ബാക്കിയുണ്ടെന്നാണ് ഇപ്പോഴും കാനറി ആരാധകർ കരുതുന്നത്. നെയ്മർ ആയതുകൊണ്ട് മാത്രം നമുക്കും അതിന് കാത്തിരിക്കാം.